നമസ്തേ ഛാത്രോ. സുരിനാം മേം പെഹ്ലാ ദിൻ എന്ന നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ഈ ചാപ്റ്റർ എഴുതിയത് ഹിമാംശു ജോഷിയാണ്. ഇത് വിശ്വ ഹിന്ദി സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നതെന്ന്. സുരിനാം മേം പെഹ്ലാ ദിൻ, സുരിനാമിൽ ആദ്യ ദിവസം. ഭൂഗോൾ की पुस्तकों में कभी पढ़ा था, भूमध्यरेखीय प्रदेशों में भीषण गर्मी पड़ती है. भूगोल की पुस्तकों में, भूगोल ഭൂഗോളം, की പുസ്തകവും, ഭൂഗോളവുമായി ബന്ധപ്പെട്ട പുസ്തകം മീൻസ് ജോഗ്രഫി പുസ്തകങ്ങൾ. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ കഭി പഠാധ, എപ്പോഴോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖീയ പ്രദേശമേം ഭീഷൺ ഗർമി പട്തി ഹെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ അതിതീക്ഷ്ണമായ ചൂടാണെന്ന് ഞാൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെയോ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പ്രായഃ പ്രതിദിൻ ബാരിഷ്, എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും മഴയാണവിടെ. इसलिए संसार में सबसे अधिक घने वन इसी क्षेत्र में पाए जाते हैं. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനം, അത് ഇടതൂർന്ന വനം കാണപ്പെടുന്നതും ഈ മേഖലകളിലാണ്, അതായത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ബ്രസീൽ की 93% ഭൂമി ഗഹരി ഹരിയാലി സെ ആച്ഛാദിത है. ബ്രസീലിൻ്റെ 93% ഭൂമി നല്ല ഡീപ്പായ പച്ചപ്പാണ്, പച്ചപ്പ് നിറഞ്ഞതാണ്. അതായത് ബ്രസീലിൽ ഭൂരിഭാഗവും വനപ്രദേശമാണ്. അതീത് കാ എഹ് പട ആജ് പ്രത്യക്ഷ ദേഖ് രഹേ ഹേം, മുൻപെപ്പോഴോ ഞാൻ വായിച്ച ഈ കാര്യം ഇന്ന് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പോവുകയാണ്. വിമാൻ സേ ചാങ് രഹേ ഹൈം, വിമാനത്തിൽ നിന്നും ഞാൻ എത്തി നോക്കുമ്പോൾ നീലാജൽ കാലേ ഖനേ ബാദൽ ഔർ ദൂർ കഹീം ഹരിയാലി കെ ചീണ്ടെ. വിമാനത്തിൽ നിന്ന് എത്തി നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? നീല ജലം, കടലിലെ നീലജലം, കാലേ ഖനേ ബാദൽ, നല്ല കറുത്ത് ഇരുണ്ട മേഘങ്ങൾ, അവർ ദൂർ കഹീം, പിന്നെ അങ്ങ് ദൂരെ, എവിടെയോ ദൂരെ, ഹരിയാലിക്ക് ചീണ്ടെ, അതായത് പച്ചപ്പിൻ്റെ ചെറിയ ചെറിയ കണികകൾ പോലെ, കഷണങ്ങൾ പോലെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. വിമാൻ ഉതർനേക്ക് പ്രക്രിയമേം ധീരെ ധീരെ ധർത്തിക്ക് ഓർ ചുക്ക് രഹാ ഹെ, വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി മെല്ലെ ഭൂമിയിലേക്ക് കുനിയാൻ തുടങ്ങുന്നു. യാത്രിയോം കാ കൗതൂഹൽ ഭി ബഡ്താ ചലാ ജാ രഹാ ഹെ, യാത്രികരുടെ അല്ലെങ്കിൽ വിമാനത്തിൽ സഞ്ചരിക്കുന്നവരുടെ കൗതുകം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഗ്ഭഗ് 20,000 കിലോമീറ്റർ की लंबी यात्रा के पश्चात एक प्रकार के सुकून का एहसास, അതായത് ഏകദേശം 20,000 20,000 കിലോമീറ്റർ നീണ്ട യാത്ര, അതിൻ്റെ അവസാനം ഒരു തരത്തിൽ ഒരു വല്ലാത്തൊരു ഫീലിങ്സ്, അതിൻ്റെ പ്രതീതി, അതായത് സന്തോഷത്തിൻ്റെ പ്രതീതി എല്ലാവർക്കും, എല്ലാ യാത്രക്കാർക്കും ഉണ്ടാകുന്നു. ജിസ് ഹിന്ദ് കോ ഭോജ്പുരി അവധി കെ രൂപ മേം हनुमान चालीसा तथा रामचरित मानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे अपने साथ, और जिसे उन्होंने तूफान के बीच दिए की तरह जलाए रखा. आज 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. जिस हिंदी को, ഏതൊരു ഹിന്ദിയെയാണോ ഭോജ്പുരി അവധി കെ രൂപമേം, അതായത് ഹിന്ദി പണ്ട് കാലത്ത് ഹിന്ദിക്ക് മുന്നേ തന്നെ
ഇത് ഇതിൻ്റെ പ്രാചീൻ ബോലിയമാണ് ഈ ഭോജ്പുരി അവധി. ഇത് പണ്ട് കാലത്ത് ഹിന്ദി ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഭോജ്പുരി അവധി എന്ന പേരിലൊക്കെയാണ് ഹിന്ദിയെ നമുക്ക് അറിയപ്പെട്ടിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഹനുമാൻ ചാലീസ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഹനുമാൻ ചാലീസ, രാംചരിത് മാനസ് ആദി ധർമ്മഗ്രന്ഥോം കെ മാധ്യം സെ മുതലായ മതഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് ഭാരത് സെ ജാത്തെ സമയ്, അതായത് അന്നുണ്ടായിരുന്ന പുസ്തകങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് ഈ ഹനുമാൻ ചാലീസയും രാംചരിത് മാനസും ഒക്കെ. ഈ പുസ്തകങ്ങൾ ഭാരത് സെ ജാത്തെ സമയ് വേ ലേ ഗയേ ഥേ, ഭാരതത്തിൽ നിന്ന് ബ്രസീലിലേക്ക് പോകുന്ന ആൾക്കാർ, അതായത് പണ്ട് കാലത്ത് പോയ ആൾക്കാർ ഈ പുസ്തകങ്ങളൊക്കെ തങ്ങളുടെ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്നെ സാത്ത് ഔർ ജിസെ ഉനോനെ തൂഫാൻ കെ ബീച്ച് ദിയേ കി തര ജലായ രഖ, അത് അവർ ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ ഒരു വിളക്കിനെ അണയാതെ സൂക്ഷിക്കുന്നത് എപ്രകാരമാണോ അത്തരത്തിൽ ഈ കൊണ്ടുപോയ പുസ്തകവും ഈ പുരാനി ബോലിയാം, ഭോജ്പുരി അവധി ജയ്സെ പുരാനി ബോലിയാം, ഇതൊന്നും ഒരു കൊടുങ്കാറ്റിൽ നശിച്ചു പോകാതെ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൽ നിന്നും വിട്ടുപോകാതെ അവർ സംരക്ഷിച്ചു. ആജ് 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. ഇന്ന് ഏകദേശം 130 വർഷങ്ങൾക്ക് ശേഷം ഇന്നതിനൊരു പുതിയ രൂപം ഉണ്ടാവുകയും ആ പുതിയ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുകയുമാണ്. ഉസ്കാ വൈശ്വിക് സ്വരൂപ് ഉഭർ രഹാ ഹെ, അതിൻ്റെ വിശ്വരൂപമാണെന്ന് പൊന്തി വരുന്നത്. വ അബ് ഗിർമിട്ടിയ ശ്രമികോം കെ ഹി നഹീം, അതിന്ന് വെറും കോൺട്രാക്റ്റ് ലേബേഴ്സിൻ്റെ മാത്രം അല്ല. ആ ഭാഷ, ഹിന്ദി ഭാഷ ഇന്ന് വെറും കോൺട്രാക്റ്റ് ലേബേഴ്സ് മാത്രം സംസാരിക്കുന്ന ഭാഷയല്ല. ശാസകവും രാഷ്ട്രാധ്യക്ഷവും കി ഭി ഭാഷ ബൻ ഗയി ഹേ, ഭരണാധികാരികളുടെയും രാഷ്ട്രത്തലവന്മാരുടെയും ഒക്കെ ഭാഷയായി മാറിയിരിക്കുന്നു. ജോ സംസാർ കെ 120 ദേശോ മേം കിസി ന കിസി രൂപ മേം അപ്നി ഉപസ്ഥിതി കാ എഹസാസ് ജതാ രഹി ഹെ. ഈ ലോകത്തിലെ 120 ദേശോമേം 120ഓളം രാജ്യങ്ങളിൽ കിസി ന കിസി രൂപമേം ഏതെങ്കിലും രൂപത്തിൽ അപ്പനി ഉപസ്ഥിതി കാ എഹസാസ് ജതാ രഹാ ഹെ, തൻ്റെ സാന്നിധ്യം ഈ ഭാഷ, നമ്മുടെ ഹിന്ദി ഭാഷ പ്രകടമാക്കുന്നു. മൗറീഷ്യസ്, त्रिनिदाद, ब्रिटेन के पश्चात विश्व हिंदी सम्मेलनों की यह 7वीं यात्रा है, 7वीं मंजिल. ഈ പറഞ്ഞ സ്ഥലങ്ങൾ മൗറീഷ്യസ്, ത്രിനിദാദ്, ബ്രിട്ടൻ ഇവയ്ക്കൊക്കെ പുറമെ ഇവിടെയൊക്കെ ലോക ഹിന്ദി സമ്മേളനം നടന്നതാണ്. ഇതിനൊക്കെ ശേഷം 7ാമത്തെ യാത്രയാണ്, 7ാമത്തെ നില എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, 7ാം ഘട്ടം എന്ന് വേണമെങ്കിലും പറയാം. 130 साल पहले जो प्रथम भारतीय श्रमिक यहाँ आए थे, 130 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു ഇന്ത്യൻ ലേബർ ഇവിടെ എത്തിയത്, ഈ ബ്രസീലിൽ എത്തിയത്, ബ്രസീലിലെ സുരിനാമിലെ എത്തിയത്, ഉൻകെ ആഗമൻ കെ സ്മൃതി മേം ഇസ് ഹിന്ദി മഹാപർവ് കാ ആയോജൻ ഹോ രഹാ ഹെ. അയാൾ വന്നതിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി കൂടിയാണ് ഇന്ന് ഈ ഹിന്ദി മഹാപർവ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഭാരത് കെ അലാവ അനേക് ദേശോं के ഹിന്ദി ലേഖക്, ഭാരതത്തിന് പുറമെ മറ്റൊരുപാട് രാജ്യങ്ങളിലെ ഹിന്ദി ലേഖകരും ഹിന്ദി പ്രാധ്യാപക് ഔർ പ്രചാരക്, ഹിന്ദി ലെക്ചറർമാരും ഹിന്ദി പ്രചരിപ്പിക്കുന്നവരും ഹിന്ദി സേവി അപ്നി ഉപസ്ഥിതി കാ എഹസാസ് ജതാ രഹേ, ഹിന്ദിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും അവരവരുടെ സാന്നിധ്യം ഇവിടെ പ്രകടമാക്കുന്നു. ദിനാങ്ക്
6 जून को प्रातः सम्मेलन का शुभारंभ करते हुए सूरीनाम के अफ्रीकी मूल के राष्ट्रपति रोनाल्डो वेनेसियान ने अपनी उद्बोधन में कहा था, सूरीनाम और भारत के बीच प्रगाढ़ ആത്മീയ संबंध है. ജൂൺ 6 തീയതി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ശുഭാരംഭം കുറിച്ചുകൊണ്ട് സുരിനാമിൻ്റെ ആഫ്രിക്കൻ ബേസ് ഉള്ള രാഷ്ട്രപതി റൊണാൾഡോ വെനീഷ്യാൻ തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്: സുരിനാമും ഭാരതവുമായി വളരെ വലിയ ആത്മീയ ബന്ധമാണ് ഉള്ളത്. दोनों देश अनेक अर्थों में एक दूसरे से गहरे जुड़े हैं. രണ്ട് രാജ്യങ്ങളും ഒരുപാട് അർത്ഥത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. दोनों के बीच पुराने भाषाई संबंध है. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ പണ്ട് തൊട്ടേയുള്ള ഭാഷാപരമായ ബന്ധമുണ്ട്. ഭാഷാ ഭാവോം കി അഭിവ്യക്തി കാ സശക്ത് മാധ്യം ഹോത്തി ഹെ. വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണത്. ഭാഷ ഭാവോം കി അഭിവ്യക്തി കാ സശക്ത് മാധ്യം ഹോത്തി ഹെ. ഭാഷ എന്നത് വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശക്തമായ ഒരു മീഡിയമാണ്. ഭാഷ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, എന്തു വികാരമോ ആയിക്കൊള്ളട്ടെ, ചിരിയായിക്കൊള്ളട്ടെ, കരച്ചിലായിക്കൊള്ളട്ടെ, ആംഗ്യമായിക്കൊള്ളട്ടെ, നമ്മുടെ ഉള്ളിലുള്ള എന്ത് വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ശക്തമായ ഒരു മീഡിയമാണ് ഭാഷ. ഹിന്ദിക്ക് ജനനി സംസ്കൃത് കി അപ്നി വിശേഷതായ ഹെ. ഹിന്ദിയുടെ മാതാവായ സംസ്കൃതത്തിനും തൻ്റേതായ സവിശേഷതകളുണ്ട്. ഉൻകെ സാത്ത് സാത്ത് ആജ് വിശ്വ കി ഏക് പ്രമുഖ ഭാഷ കെ രൂപം ഹിന്ദി ഭി ഉഭർ രഹി ഹെ. അതുപോലെ തന്നെ ലോകത്തിലെ ഒരു പ്രമുഖ ഭാഷ എന്ന രീതിയിൽ ഹിന്ദി ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു. സുരിനാമേം ഹിന്ദി കെ പ്രചാർ പ്രസാർമേം. സുരിനാമിൽ ഹിന്ദിയുടെ പ്രസരണ പരിപാടികളിൽ ഹിന്ദി കോ ആം ആദ്മി തക് പഹുഞ്ചാനേമേം, ഹിന്ദിയെ സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതിന് ഹിന്ദി ഫിൽമോം തഥാ സംഗീതോം കാ ഭി വിശേഷ യോഗദാൻ രഹാ ഹെ. അതായത് ഹിന്ദി ഭാഷയെ സാധാരണക്കാരുടെ അടുത്ത് കൂടുതൽ എത്തിക്കുന്നതിന് ഹിന്ദി സിനിമകളും ഹിന്ദി മ്യൂസിക്, അതായത് സംഗീതവും ഒക്കെ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ്. ഹിന്ദി ചലച്ചിത്രോം കെ പ്രതി സുരിനാം കെ ഭാരത് വംശിയോം കാ ഹി നഹി അന്യ സുരിനാമി ലോകോം കാ ഭി ഗഹര ലഗാവ് ഹെ. ഹിന്ദി ചലച്ചിത്രങ്ങളോട് ഇന്ത്യയിലുള്ള സുരിനാമിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഇന്ത്യക്കാരായ സുരിനാം നിവാസികൾക്ക് മാത്രമല്ല, സുരിനാമിലുള്ള മറ്റു ആൾക്കാർക്കും ഹിന്ദി സിനിമകളോട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഏക് ദീപ് പ്രജ്വലിത് ഹോത്തെ ഹി ലഗാ കി ഏക് സാത്ത് ന ജാനെ കിത്തനെ ജഗ്മഗാത്തെ ദീപക് ജലുടെ ഹെ. ഒരു ദീപം ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ അറിയില്ല, അതിനോടൊപ്പം ഒരുപാട് ദീപം ഒരുമിച്ച് തെളിയാൻ തുടങ്ങുന്നു. സുരിനാം ഭാരത് വംശിയും ക ഉത്സാഹ് ദേഖ്നെ യോഗ്യത. സുരിനാമിലുള്ള ഭാരതവാസികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉത്സാഹം കാണേണ്ടതു തന്നെയാണ്. കഹീം ऐसा एहसास हो रहा था जैसे 130 साल के से बिछुड़े बंधु आज फिर गले मिल रहे. അവരുടെ ഉത്സാഹം കാണേണ്ടതാണ്. അതായത് 130 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് വേർപെട്ടു പോയ ആ ബന്ധുവിനെ ഇന്ന് വീണ്ടും കണ്ടുമുട്ടാനുള്ള ഒരവസരമാണ്. യഹ് ഭാരത് മില ബഹുത് ആഹ്ലാദിത് കർ രഹാ ഥ. ഈ ഭാരതീയ കണ്ടുമുട്ടൽ വളരെയധികം ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. ഇതെഴുതിയത് ഹിമാംശ് ജോഷിയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.